വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. സ്റ്റീഫൻ ഗൈസിൻ്റെ മിനി ഹാബിറ്റ്സ് എന്ന പുസ്തകം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയത്തിലേക്കും വലിയ ലക്ഷ്യത്തിലേക്കും എത്തുവാനായിട്ട് നമ്മെ സഹായിക്കുന്ന പുസ്തകമാണ് സ്റ്റീഫൻ ഗൈസിൻ്റെ മിനി ഹാബിറ്റ്സ്. എന്നാൽ അതുപോലെ തന്നെ ഈ പ്രധാനപ്പെട്ട മറ്റൊരു പുസ്തകമാണ് ഇലാസ്റ്റിക് ഹാബിറ്റ്സ് ബൈ സ്റ്റീഫൻ ഗൈസ്. അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകമാണ്. അപ്പോൾ മിനി ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ ചെറിയ രീതിയിൽ ചെറിയ ഗോൾസുമായി നമുക്ക് വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ സഹായിക്കുന്ന ഒരു ചിന്തയാണ് മിനി ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 100 പേജുള്ളൊരു പുസ്തകം നാം ഒരു ദിവസം ഒരു പേജായി വായിച്ച് അങ്ങനെ പതിയെ മുന്നേറി നമുക്ക് എത്തുവാൻ സാധിക്കുന്ന ലക്ഷ്യമാണ് മിനി ഹാബിറ്റ്സ് അല്ലെങ്കിൽ ആറ്റോമിക് ഹാബിറ്റ്സ്. ജെയിംസ് ക്ലിയറിൻ്റെ പുസ്തകങ്ങളെല്ലാം പറയുന്ന ആറ്റോമിക് ഹാബിറ്റ്സ്, മിനി ഹാബിറ്റ്സ്, ടൈനി ഹാബിറ്റ്സ് അല്ല. എന്നാൽ ഇത് എത്രമാത്രം പ്രായോഗികമാണെന്ന് കൂടി ചിന്തിക്കണം. ഒരു പേജ് വെച്ച് ഒരു ദിവസം വായിക്കുന്നയാൾക്ക് എത്ര പുസ്തകങ്ങൾ വായിക്കുവാൻ സാധിക്കും? ചിലപ്പോൾ ഒരു വർഷം എടുക്കും ഒരു പുസ്തകം വായിക്കുവാനായിട്ട്. അപ്പോൾ പ്രൊഡക്ടിവിറ്റിയും അല്ലെങ്കിൽ ഔട്ട്പുട്ടും വളരെ കുറവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രായോഗിക പ്രശ്നത്തെ ഒഴിവാക്കാനായി അല്ലെങ്കിൽ മറികടക്കുവാനായി അദ്ദേഹം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന പുസ്തകമാണ് ഇലാസ്റ്റിക് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പക്ഷി പറക്കുന്നു, ആകാശത്തിലൂടെ ഒരു പക്ഷി പറക്കുന്നു. അതിനെ ചിറകടിച്ച് പറക്കാം, ഒപ്പം തന്നെ ചിറകടിക്കാതെയും പറക്കാം. വലിയ പക്ഷികൾ അല്ലെങ്കിൽ ശക്തന്മാരായ പക്ഷികളെല്ലാം ആകാശത്തിൻ്റെ അല്ലെങ്കിൽ മേഘങ്ങളിലൂടെ പറക്കുമ്പോൾ ചിറക് വിടർത്തി ചിറകനക്കാതെ ചിറക് ഫ്ലാപ്പ് ചെയ്യാതെ പറക്കുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ പല പക്ഷികളും ഒത്തിരി ഫ്ലാപ്പ് ചെയ്ത് ചിറകടിച്ച് പറക്കുകയും ചെയ്യും. അങ്ങനെ ചിറകടിച്ച് പറക്കുമ്പോൾ അവ ക്ഷീണിക്കുകയും അവയ്ക്ക് നന്നായി പറക്കുവാനും സാധിക്കാതെ വരുന്നുണ്ട്. അപ്പോൾ ചിറകടിക്കാതെ തന്നെ പറക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മിനി ഹാബിറ്റ്സിന് നിരവധി പോരായ്മകളുണ്ട്. എന്നാൽ മിനി ഹാബിറ്റ്സിനൊപ്പം തന്നെ പ്ലസ് ഹാബിറ്റ്സ്, എലീറ്റ് ഹാബിറ്റ്സ് അതുകൂടി ആഡ് ചെയ്ത് നമ്മുടെ ഹാബിറ്റ്സിനെ ഇലാസ്റ്റിക് ആക്കുവാനായിട്ട്, ചേഞ്ച് ചെയ്യുവാനായിട്ട്, ഫ്ലെക്സിബിൾ ആക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ഇലാസ്റ്റിക് ഹാബിറ്റ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. അപ്പോൾ പ്രധാനമായും 3 തരം ഹാബിറ്റുകളാണ് അല്ലെങ്കിൽ 3 തരത്തിലുള്ള രീതിയിലുള്ള ഹാബിറ്റുകളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. 1 മിനി ഹാബിറ്റ്സ്, 2 പ്ലസ് ഹാബിറ്റ്സ്, 3 എലീറ്റ് ഹാബിറ്റ്സ്. അപ്പോൾ ഈ 3 കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നാം ഒരു ദിവസം ടയേർഡായിട്ടിരിക്കുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ വലിയ മൂഡില്ല അല്ലെങ്കിൽ ക്ഷീണമുള്ള ആളാണെങ്കിൽ നമുക്കന്ന് മിനി ഹാബിറ്റ്സ് ഫോളോ ചെയ്യാം. അന്ന് ഒരു പുസ്തകം മാത്രമേ വായിക്കുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു പേജ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഇനി പ്ലസ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു പേജിന് പകരം 10-15 പേജാണ് പ്ലസ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. എലീറ്റ് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ 50 പേജുകൾ. അപ്പോൾ നാം ഒരു ഫ്ലെക്സിബിലിറ്റി വയ്ക്കുകയാണ്. ഇന്ന് ഞാൻ ഇന്ന കാര്യം ഇങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് വെച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. എന്നാൽ ഫ്ലെക്സിബിലിറ്റി ആവശ്യമാണ്. ഇപ്പോൾ 2 തരത്തിലുള്ള ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ലാറ്ററൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് വെർട്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി. അത് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. എനിക്കൊന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് വളരെ പ്രായോഗികമായി നമുക്ക് ഗോളുകളെ നേടുവാൻ സാധിക്കും. മിനി ഹാബിറ്റ്സും ആറ്റോമിക് ഹാബിറ്റ്സും ഒപ്പം തന്നെ നമുക്ക് പ്ലസ് ഹാബിറ്റ്സും എലീറ്റ് ഹാബിറ്റ്സും ഫോളോ ചെയ്തുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ ലാറ്ററൽ ഫ്ലെക്സിബിലിറ്റിയും വെർട്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയും നമുക്ക് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. എന്താണ് ലാറ്ററൽ ഫ്ലെക്സിബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഡിഫറെൻറ്റ് വേസ്, ഒരു കാര്യത്തിന് നമുക്ക് വിവിധങ്ങളായ രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ഉദാഹരണമായി പറഞ്ഞാൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ എനിക്ക് പലതരത്തിലുള്ള എക്സസൈസ് ചെയ്യാം. എനിക്ക് നടക്കാം, ഓടാം, എനിക്ക് സ്വിം ചെയ്യാം, അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാം. പല രീതിയിലുള്ള എക്സസൈസ് എനിക്ക് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ലാറ്ററൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നാം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇനി വെർട്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഗോൾസ്. ഇപ്പോൾ പുഷപ്പ് എടുത്താണ് നാം എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 5 പുഷപ്പ് എടുക്കാം, 6 പുഷപ്പ് എടുക്കാം, 10 പുഷപ്പ് എടുക്കാം, 50 പുഷപ്പ് എടുക്കാം. അങ്ങനെ നമ്മുടെ ഗോൾസിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് പല സൈസിൽ നമുക്ക് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ ഈ ലാറ്ററൽ ഫ്ലെക്സിബിലിറ്റിയും വെർട്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയും ഗോൾസിൻ്റെ സൈസ് വിവിധ തരത്തിലാക്കുകയും ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള മെത്തേഡ്, സ്ട്രാറ്റജീസ് വെറൈറ്റിയെ കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഗോളിലേക്ക് എത്തുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മിക്സഡ് മെത്തേഡാണ് ഇലാസ്റ്റിക് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാൻ സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മിനി ഹാബിറ്റ്സിൻ്റെയും പ്ലസ് ഹാബിറ്റിൻ്റെയും എലീറ്റ് ഹാബിറ്റ്സിൻ്റെയും മിക്സായി നമുക്ക് നമ്മുടെ ഗോൾസിനെ അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നെങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് നമുക്ക് തീർച്ചയായും സാധിക്കും. അപ്പോൾ ഈ ഹാബിറ്റുകൾ തീർച്ചയായും നല്ല ഒരു കാര്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായും എലീറ്റ് ആയിട്ടുള്ള ഹാബിറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനമായ കാര്യം. പക്ഷേ എല്ലാ ദിവസവും എലീറ്റായി ഹാബിറ്റ് നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല. അതുകൊണ്ട് ചില ദിവസം നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള മൂഡായിരിക്കും, മോഡറേറ്റ് ആയിട്ടുള്ള എനർജി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നാം പ്ലസ് ഹാബിറ്റ് ചെയ്യുക. ചില ദിവസം ലോ എനർജി ആയിരിക്കും, ഒട്ടും ശക്തി ഉണ്ടാകില്ല, സ്ട്രെങ്ത് ഉണ്ടാകില്ല. നമ്മൾ മിനി ഹാബിറ്റ് ചെയ്യുക. അതിനകത്ത് ഒറ്റ പ്രിൻസിപ്പൽ മാത്രമാണ്, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക. ഒരു ദിവസം പോലും മിസ് ചെയ്യാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അതിൻ്റെ സ്ട്രെങ്ത്, ഇൻറ്റൻസിറ്റി നമുക്ക് മാറ്റിക്കൊണ്ട് വരുവാൻ സാധിക്കും. പക്ഷി ആകാശത്തിൽ പറക്കുമ്പോൾ ചിറകടിച്ച് പറക്കുന്നു, ചിറക് വീശാതെ ചിറക് വിരിച്ചുകൊണ്ട് ശാന്തമായി പറക്കുകയും ചെയ്യുന്നുണ്ട്. ശക്തന്മാരാകുവാനായിട്ട് ആ ലെവലിലേക്ക് എത്തുവാനായി നമുക്ക് തീർച്ചയായും സാധിക്കണം. അതിന് ഈ പുസ്തകങ്ങൾ സഹായിക്കട്ടെ. ചെറിയ ശീലങ്ങളുടെ വലിയ വിജയം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ ആശംസിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു.